BSNLിന്റെ പഴകിത്തേഞ്ഞ സിം കാർഡുമായി നടക്കുന്നവർ അതൊന്ന് മാറ്റേണ്ടി വരും. തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണങ്ങളുടെ അകമ്പടിയോടെ രാജ്യമെങ്ങും 4G സംവിധാനത്തിലേക്ക് മാറുകയാണ് ടെലികോം കമ്പനി. വേണ്ടിവന്നാൽ 5G ആക്കാനും കഴിയും. 4-5 വർഷമായി 4G സിമ്മാണ് BSNL നൽകി വരുന്നത്. അതിനു മുമ്പുള്ള സിമ്മാണ് മാറ്റിയെടുക്കേണ്ടി വരിക. പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച നിർവഹിക്കും. ഇന്ത്യൻ മരുന്ന് കമ്പനികളുടെ തലക്കടിച്ച് ഡൊണാൾഡ് ട്രംപ്. പേറ്റന്റും ബ്രാൻഡിംഗുമുള്ള മരുന്നുകൾക്ക് ചുങ്കം 100%. ജനറിക് മരുന്നുകൾക്ക് ഇത് ഏശില്ലെങ്കിലും സൺഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയവയ്ക്ക് ദോഷം. വ്യാപാര ചർച്ച നല്ല നിലയിലല്ല പോകുന്നതെന്ന് വന്നതോടെ ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഓഹരി വിലയിൽ കനത്ത ഇടിവ്. തുടർച്ചയായ 6ാം ദിവസവും ചോരപ്പാട്. മാരുതി സുസുക്കി ലോകത്തെ 8 മുൻനിര വാഹന കമ്പനികളിൽ ഒന്നായി. ഓഹരി വിലയേറ്റത്തിന്റെ അകമ്പടിയോടെ കമ്പനിയുടെ മൂല്യം 5 ലക്ഷം കോടി രൂപ മറികടന്നതോടെയാണ് ഇത്. GST ഇളവും ആഘോഷക്കാലം എത്തിയതും മാത്രമല്ല ഓഹരിക്ക് ഉത്തേജകമായത്. ചെറുകാറുകളുടെ ഇന്ധനക്ഷമതാ ചട്ടങ്ങളിൽ ഇളവ് വരുത്തുമെന്ന സൂചനയും തുടങ്ങി. ദുബായ് കേന്ദ്രമായുള്ള ലോജിസ്റ്റിക്സ് കമ്പനി DP വേൾഡിന്റെ മോണ്ടലീസ് ഇന്ത്യ വെയർഹൌസിംഗ് സൗകര്യം കൊച്ചിയിൽ തുറന്നു. അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് മോണ്ടലീസ്. BPCL കൊച്ചി റിഫൈനറി വജ്ര ജൂബിലിയുടെ നിറവിൽ. അമേരിക്കയിലെ ഫിലിപ്സ് പെട്രോളിയവുമായി ചേർന്ന് 1966 കൊച്ചിൻ റിഫൈനറി സൈറ്റായിരുന്നു തുടക്കം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.